ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഡോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 3 ട്രയാങ്കിൾസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് എഴുതാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ആണുള്ളത്? 1 2 3. സെക്കൻഡ് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ആണുള്ളത്? 1 2 3 4 5 6. ഇതിനെ നമുക്ക് 3 + 3 എന്ന് എഴുതാം. ഇതൊരു കാര്യമുണ്ട്, ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത്. അതായത് ഒന്നാമത്തെ ട്രയാങ്കിളിന് 3, അതിൻ്റെ കൂടെ 3 ഡോട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാനുള്ള ഡോട്ട്സിൻ്റെ എണ്ണമായത്. ഇനി തേർഡ് ട്രയാങ്കിൾ അതെത്രയാണ്? 1 2 3 4 5 6 7 8 9 10. ഇതിനെ നമുക്ക് 6 + 4 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് എഴുതിയത്? ഇവിടെ 6 ഡോട്ട്സാണ് ആവശ്യം വന്നത് രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ. അതിന് മൂന്നാമത്തേലാണെങ്കിൽ 6ൻ്റെ കൂടെ ഒരു 4 ഡോട്ട്സും കൂടെ ആഡ് ചെയ്തു അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ഡോട്ട്സാണ് ആവശ്യം വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് എന്താ മനസ്സിലായത്? ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ എത്ര ഡോട്ട്സ് ഉപയോഗിച്ചോ അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളുടെ നമ്പർ ഓഫ് ഡോട്ട്സ് കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിളിൽ നമ്മൾ എത്ര ഡോട്ട്സ് ഉപയോഗിച്ചോ അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തെ ട്രയാങ്കിളിനുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫോർത്ത് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഡോട്ട്സ് വേണ്ടിവരും. നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ഫോർത്ത് ട്രയാങ്കിൾ. ഇവിടെ അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ഫോർത്ത് ട്രയാങ്കിൾ എത്രയായിരിക്കും? തേർഡ് ട്രയാങ്കിൾ എത്രയുണ്ടോ അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റത്തേൽ നമ്മൾ 3 ആഡ് ചെയ്തു, രണ്ടാമത്തേൽ 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്തേണ്ടത് 5. പാറ്റേൺ ഇപ്പോൾ മനസ്സിലായോ? 15 എന്ന് ആൻസർ വരും. അപ്പം നാലാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് 15 ഡോട്ട്സ് ആണ് ആവശ്യം വരുന്നത്. ഇനി അതുപോലെ തന്നെ ഫിഫ്ത്ത് ട്രയാങ്കിൾ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ഫിഫ്ത്ത് ട്രയാങ്കിൾ എത്ര വരും? നമ്പർ ഓഫ് നോട്ട്സ് നീഡഡ് ടു മേക്ക് ഫോർത്ത് ട്രയാങ്കിൾ പ്ലസ് എത്ര വരണം? ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു, ഇവിടെ 5 വന്നു. ഇനി എന്ത് വരും? 6 21. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് സിക്സ്ത് ട്രയാങ്കിൾ. അടുത്ത 3 ട്രയാങ്കിൾ ഉണ്ടാക്കാനുള്ള നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, മൂന്നാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, എന്ത് വരും? 21 പ്ലസ് ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 6 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 7. 21 + 7 28. മനസ്സിലായില്ലേ? ഇവിടെ ഡോട്ട്സ് എഴുതി കൊടുക്കാം. അത്രയും ഡോട്ട്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു ആൻസർ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം വന്നത് 3 ഡോട്ട്സ് ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 6 ആവശ്യം വന്നു. അതെത്രയാണ്? ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഡോട്ട്സിൻ്റെ അപ്പുറം 3 ആഡ് ചെയ്തപ്പോൾ. മൂന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 10 ആവശ്യം വന്നു. അതെങ്ങനെയാണ് വന്നത്? രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഡോട്ട്സിൻ്റെ അപ്പുറം 4 ആഡ് ചെയ്തപ്പോൾ. ഇനി അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഡോട്ട്സ് നമ്പർ ഓഫ് ഡോട്ട്സ് പ്ലസ് 5. ഫിഫ്ത്ത് ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ഡോട്ട്സ് പ്ലസ് 6. പിന്നെ സിക്സ്ത് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ഡോട്ട്സ് പ്ലസ് 7. ആ ഒരു രീതിയിൽ പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 ആ രീതിയിലാണ് കൂടി പോകുന്നത്. ഓക്കെ, ഈ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സീക്വൻസ് ആക്കി എഴുതാണെങ്കിൽ എങ്ങനെ വരും? ഒന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3, രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാനാണെങ്കിൽ എത്ര വരും? 6, മൂന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 10, നാലാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 15, അഞ്ചാമത്തതിന് 21, ആറാമത്തതിന് 28 എക്സെട്ര. നമ്മളിങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത്? +3 +4 +5 +6 +7, പിന്നെ അങ്ങോട്ട് വരുമ്പോൾ +8 +9 +10 അങ്ങനെ ആ രീതിയിലാണ് ഈ ഒരു സീക്വൻസ് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഫ്രം ദ സീക്വൻസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസസ്.
അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ. പെൻറ്റഗൺ എന്ന് വെച്ചാൽ 5 വശങ്ങളുള്ള ഷേപ്പ്. പിന്നെ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ 5 കൂടുതൽ വശങ്ങളുള്ള എല്ലാ ഷേപ്പിനെയും കോമൺ ആയിട്ടാണ് ഇവിടെ റെഗുലർ പോളിഗൺ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് എക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോം ദ ഫോളോയിങ് സീക്വൻസസ്. കുറച്ച് സീക്വൻസുകൾ ഫോം ചെയ്യണം. ഈ തന്നിരിക്കുന്ന ഷേപ്പുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസിലാണ് സീക്വൻസ് ഫോം ചെയ്യേണ്ടത്? ഈ ഷേപ്സിൻ്റെ ഒക്കെ നമ്പർ ഓഫ് സൈഡ്സിൽ സീക്വൻസ് ഫോം ചെയ്യുക. ഈ ഷേപ്സിൻ്റെ ഒക്കെ സം ഓഫ് ഇന്നർ ആംഗിൾസിൽ സീക്വൻസ് ഫോം ചെയ്യുക. സം ഓഫ് ഔട്ടർ ആംഗിൾസിൽ സീക്വൻസ് ഫോം ചെയ്യുക. പിന്നെ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ കൺസിഡർ ചെയ്ത് സീക്വൻസ്. ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ കൺസിഡർ ചെയ്ത് സീക്വൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഷേപ്പാണ് വരച്ചിട്ടുള്ളത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, അതുപോലെ ഒരു എക്സഗൺ വരച്ചിട്ടുണ്ട്. പോളിഗൺസ് ഒരുപാടുണ്ട്, ഞാൻ എക്സഗൺ വരെ മാത്രമാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ റഫ് ഫിഗറാണ്. ഇതൊന്നും ആംഗിളൊക്കെ എടുത്ത് വരക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. ട്രയാങ്കിളൊക്കെ ആണെങ്കിൽ ആംഗിളൊക്കെ എടുക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇതൊക്കെ റഫ് ഫിഗറാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് സീക്വൻസ് ഉണ്ടാക്കേണ്ടത് നമ്പർ ഓഫ് സൈഡ്സിലാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടില്ല. അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാനവിടെ എഴുതി കൊടുക്കാണ്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് സീക്വൻസ് ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഷേപ്പായി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ആണുള്ളത്? 1, 2, 3 അല്ലേ? ഇപ്പോൾ 3 അത് നമ്മൾ എഴുതി കൊടുത്തു. ഇനി രണ്ടാമത്തെ ഷേപ്പായ സ്ക്വയറിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4 അതും എഴുതി കൊടുക്കുക. ഇതൊക്കെ സീക്വൻസ് ആയിട്ടാണ് എഴുതേണ്ടത്, കാരണം നമുക്ക് സീക്വൻസുകളാണ് ഫോം ചെയ്യേണ്ടത്. പെൻറ്റഗണോ 1, 2, 3, 4, 5 5 വശങ്ങളുണ്ട്, അത് നമ്മൾ എഴുതി കൊടുത്തു. ഇനി ഹെക്സഗൺ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 6 വശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സീക്വൻസ് ഫോം ചെയ്തു. പിന്നെ അങ്ങോട്ട് വരുന്ന ഷേപ്സിനാണെങ്കിലും 7, 8 ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഷേപ്സിൻ്റെ ഒക്കെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് സീക്വൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് സീക്വൻസ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഷേപ്പുകളിലൊക്കെ സം ഓഫ് ഇന്നർ ആംഗിൾസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഷേപ്പിൻ്റെയും ഒരു ഇന്നർ ആംഗിൾ എത്രയാണെന്നുള്ളത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസ് വരികയാണെങ്കിൽ അവിടെ 3 സൈഡും ഈക്വലാണ്, അതുപോലെ 3 ആംഗിൾസും സെയിം ആണ്. അപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ മുഴുവൻ ഫുള്ളായിട്ട് നമ്മൾ സമ്മ് ചെയ്താൽ 180 കിട്ടുക. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 വശത്തും 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി വീതമാണ് ഉണ്ടാവുക. അപ്പോൾ അത് 3 ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? 180. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ് കിട്ടും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്? 60 + 60 + 60 180. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് ആണ്. ഇനി സ്ക്വയറിനാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ 4 ആംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതെത്രയാണ്? 90 + 90 180. 180 + 180 എത്ര വരും? 360. ഇനി പെൻറ്റഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ 108 ആണ്. അങ്ങനത്തെ 5 ആംഗിൾസ് ഉണ്ട്. എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ആംഗിൾസാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പെൻറ്റഗൺ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഷേപ്പിനും n - 2 × 118 എന്ന ഫോമുലയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ പെൻറ്റഗണിന് എത്ര സൈഡ്സ് ആണുള്ളത്? 1, 2, 3, 4, 5. അപ്പോൾ 5 - 2 × 180 എത്ര വരും? 3 × 180. അത് എത്രയാണ് വരുന്നത്? 540. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? 540. പിന്നെ നമുക്ക് ഹെക്സഗണും ഇതേ ഫോമിൽ ഉപയോഗിക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n - 2 × 118. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 1, 2, 3, 4, 5, 6. അപ്പോൾ 6 - 2 × 118 എത്ര വരും? 4 × 118 720. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്ര കിട്ടി? 720. അത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സൈസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് വെച്ചിട്ടുള്ള സീക്വൻസും ഫോം ചെയ്തു. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് പറഞ്ഞു തരണം. ഒരു ലൈന്
എപ്പോഴും ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഒരു പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതൊരു 180 ഡിഗ്രി ആയിരിക്കും അത് മുഴുവനായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ലൈൻ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് 180 ഡിഗ്രി ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഇങ്ങോട്ടും വരച്ചാൽ 90 ഡിഗ്രി. ഇപ്പോൾ 90 ആഡ് ചെയ്ത് എത്രയാണ്? 180. അപ്പോൾ ഒരു ലൈൻ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് 180. ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം ഇതിൻ്റെ ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമ്മൾ ഓരോ സൈഡ്സും ഒന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഒന്ന് ലെങ്ത്ത് കൂട്ടി വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു ലൈനായിട്ട് വന്നു. ഇവിടെ 60 ഡിഗ്രി ആണെന്ന് തന്നു. നമുക്ക് അറിയാം ഇത് മുഴുവനും 180 ആണ്, ഇത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഔട്ടർ ആംഗിൾ. ഓക്കെ, ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 180 മൈനസ് 60 എത്രയാണ് വരുന്നത്? 180 മൈനസ് 60 120. കിട്ടിയോ? അപ്പോൾ ഈ ഒരു ആംഗിൾ 120, ഔട്ടർ ആംഗിൾ 120 ആണെന്ന് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഷേപ്സിനും കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഒരു വശം എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു ആംഗിളാണ് ഔട്ടർ ആംഗിൾ. ഇത് ഫുള്ള് 180 ആണ്. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 90. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി അതുപോലെ തന്നെ പെൻറ്റഗൺ, ഒരു വശം എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 108 ആണ് ആംഗിൾ. അപ്പോൾ 180 മൈനസ് 108 എന്ത് വരും? 72 ഡിഗ്രി. അതുപോലെ തന്നെ ഹെക്സഗൻ്റെയും ഏതെങ്കിലും ഒരു വശം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇതാണ് ഔട്ടർ ആംഗിൾ. ഇവിടെ 120 ആണ്. ഇവിടെ എത്ര വരുന്നോ നമുക്ക് നോക്കേണ്ടത്. ഇത് മുഴുവനായിട്ടും 180 ആണ്. അപ്പോൾ 180 മൈനസ് 120 60 ഡിഗ്രി. ഇപ്പം നമ്മൾ എല്ലാ ഷേപ്പിൻ്റെയും ഔട്ടർ ആംഗിൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, ട്രയാങ്കിളിനാണെങ്കിൽ 120, സ്ക്വയറിനാണെങ്കിൽ 90, പെൻറ്റഗണിനാണെങ്കിൽ 72 ഡിഗ്രി, ഇനി ഹെക്സഗണിനാണെങ്കിൽ 60 ഡിഗ്രി. അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. നമുക്ക് വേണ്ടത് സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് ആണ്. അപ്പം ഒരു ട്രയാങ്കിളിന് എത്ര ഔട്ടർ ആംഗിൾസ് ആണ് ഉണ്ടായിരിക്കുക? ഒരു ഔട്ടർ ആംഗിൾ, ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഔട്ടർ ആംഗിൾ, പിന്നെ ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ഔട്ടർ ആംഗിൾ. ഒരു ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ട്രയാങ്കിളിനാണെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിൾ 120 ആണ്. 3 വശങ്ങളാണ് ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ 120 × 3 360. സ്ക്വയറിനും അതുപോലെ ചെയ്യാം. സ്ക്വയറിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 90 ഡിഗ്രി. എത്ര വശങ്ങളാണ് സ്ക്വയറിനുള്ളത്? 1 2 3 4. 90 × 4 എന്തോരും? 360. പെൻറ്റഗണിൻ്റെ നോക്കാം. പെൻറ്റഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 72 ഡിഗ്രി. പെൻറ്റഗൺ എത്ര വശങ്ങളുണ്ട്? 1 2 3 4 5. അപ്പോൾ 72 × 5 360 ഡിഗ്രി. ഇനി ഹെക്സഗണിൻ്റെ നോക്കാം. ഹെക്സഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി. ഹെക്സഗണിന് എത്ര വശങ്ങളാണുള്ളത്? 1 2 3 4 5 6. 16 × 6 360 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ഷേപ്പിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ കിട്ടിയത്. എല്ലാത്തിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ സീക്വൻസ് ആക്കി എഴുതി കൊടുത്താൽ മതി. ട്രയാങ്കിളിൻ്റെ ആണെങ്കിലും 360 ആണ്, സ്ക്വയറിൻ്റെ ആണെങ്കിലും 360 ആണ്, പെൻറ്റഗണിൻ്റെ ആണെങ്കിലും 360 ആണ്, ഹെക്സഗണിൻ്റെ ആണെങ്കിലും 360 ആണ്. ഇനി വരുന്ന എല്ലാ ഷേപ്പിനും ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. നമ്മൾ ജസ്റ്റ് എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? ആ ഒരു സീക്വൻസാണ് ഉണ്ടാക്കേണ്ടത്. വളരെ സിമ്പിൾ, നമ്മളത് ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഒരു ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ 60 ഡിഗ്രി. സ്ക്വയറിനാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി. പെൻറ്റഗണിനാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ 108 ആണ്. ഹെക്സഗണിനാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ 120 ആണ്, എക്സെട്ര. ഓക്കെ, ഇനി ഒരു ഔട്ടർ ആംഗിൾ എത്ര? നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് തന്നെയാണ്. ഒരു ഔട്ടർ ആംഗിൾ 120 ആണ്. ഏതിന്? ട്രയാങ്കിളിന്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കാം. സ്ക്വയറിനെ സംബന്ധിച്ച് ഒരു ഔട്ടർ ആംഗിൾ 90 ഡിഗ്രി ആണ്. പെൻറ്റഗണിനെ സംബന്ധിച്ച് ഒരു ഔട്ടർ ആംഗിൾ 72 ഡിഗ്രി ആണ്. ഹെക്സഗണിനെ സംബന്ധിച്ച് ഒരു ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി ആണ്, എക്സെട്ര. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് നമുക്കിപ്പോൾ ആൻസർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ടാണ് സീക്വൻസ് ഉണ്ടാക്കിയത്. ട്രയാങ്കിളിന് 3 സൈഡ്സ്, സ്ക്വയറിന് 4 സൈഡ്സ്, പെൻറ്റഗണിന് 5 സൈഡ്സ്, ഹെക്സഗണിന് 6 സൈഡ്സ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ഇന്നർ ആംഗിളും ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. സ്ക്വയറിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസും ആഡ് ചെയ്തപ്പോൾ 360. പെൻറ്റഗണിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസും ആഡ് ചെയ്തപ്പോൾ 540. ഹെക്സഗണിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസും ആഡ് ചെയ്തപ്പോൾ 720. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറമേ ഉള്ള ആംഗിൾസ്, അത് ട്രയാങ്കിളിൻ്റെ ആഡ് ചെയ്തപ്പോൾ 360 കിട്ടി. അതുപോലെ തന്നെയാണ് സ്ക്വയറിൻ്റെതും കിട്ടിയത് 360.
എക്സഗണിൻ്റെയും പെൻറ്റഗണിൻ്റെയും നമുക്ക് കിട്ടിയതും 360. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് എല്ലാ ഷേപ്സിനും 360 ആയിരിക്കും. ഓക്കെ, പിന്നെ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. n-2 × 180. എത്ര സൈഡ്സ് ഉണ്ടോ അതിൽ നിന്ന് -2 ചെയ്യുക, × 180 ചെയ്താൽ മതി. ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ. സ്ക്വയറിൻ്റെ 90 ഡിഗ്രി, പെൻറ്റഗണിൻ്റെ 108, ഹെക്സഗണിൻ്റെ 120. ഒരു ഔട്ടർ ആംഗിൾ ട്രയാങ്കിളിന് 120, അതുപോലെ തന്നെ സ്ക്വയറിന് 90, പെൻറ്റഗണിന് 72 ഡിഗ്രി, ഹെക്സഗണിന് 60 ഡിഗ്രി. ഈ ഒരു രീതിയിൽ നമ്മൾ സീക്വൻസ് ഉണ്ടാക്കി. എല്ലാം എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് എക്സെട്ര എന്ന ഒരു കുത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഇനി നമുക്ക് ഒരുപാട് ഷേപ്സ് വരാനുണ്ടല്ലോ. അതിനൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്.